ബ്രിഗേഡിയർ മോഹനൻ പിള്ള, താങ്കൾ സേനയുടെ തലപ്പത്തിൽ നിന്ന് ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരാളാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ എന്താണ് ഷിരൂരിൽ നടക്കുന്നത് എന്നുള്ളത് അങ്ങ് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസവും നടന്നത് കണ്ടതാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ അങ്ങ് കാര്യങ്ങളൊക്കെ കേട്ടതാണ്. എന്താണ്, എവിടെയാണ് പ്രശ്നം? സൈന്യം നേതൃത്വം കൊടുക്കുന്ന, സൈന്യം ഇറങ്ങിയിടത്ത് ഇവിടെ കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് സ്പഷ്ടമാക്കട്ടെ. ഇത് ഇൻ ടോട്ടൽ സൈന്യത്തിൻ്റെ കൺട്രോളിലല്ല നടക്കുന്നത്. കാര്യം ടോട്ടലി സൈന്യത്തിന് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൈന്യത്തിന് വിട്ടുകൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഏരിയ 24/7 അവരാ ജോലി തിരഞ്ഞെടുക്കും. ഇതിനകത്തുള്ളത് ഈ സൈന്യം ഇടപെടുന്ന അത് കൂടുതൽ വീണ്ടും ബ്രീഫിങ്ങിൻ്റെ ആവശ്യമില്ല. എയ്ഡ് ടു സിവിൽ അതോറിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സിവിൽ അഡ്മിനിസ്ട്രേഷനെ സഹായിക്കാനായിട്ട് സൈന്യത്തെ വിളിക്കുന്നു. അപ്പം രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സൈന്യത്തിന് ഏത് ലെവൽ വരെ എടുക്കണം, അതോ സൈന്യത്തിന് ഫുൾ കൺട്രോൾ കൊടുക്കണോ, അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഒരു പെർട്ടിക്കുലർ ഇതിനകത്തുള്ള ഒരു റെസ്ക്യൂ മിഷൻ ടോട്ടലി സൈന്യത്തിന് കൊടുക്കുകയാണെങ്കിൽ അപ്പം സൈന്യം ആണ് അതിൻ്റെ A to Z കാര്യങ്ങൾ തീരുമാനിക്കുന്നതും സൈന്യത്തിൻ്റെ ഓഫീസറാണ് മീഡിയയെ ബ്രീഫ് ചെയ്യുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ ഈ സിവിൽ അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ മനസ്സിലാക്കിയത് MLA ബ്രീഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ കളക്ടർ ഇസ് ഇൻചാർജ്, അത് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ റെസ്ക്യൂ മിഷനിൽ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ കാർവാറിലുള്ള, ഞാൻ മനസ്സിലാക്കിയത് കാർവാറിലുള്ള നേവി ഡൈവേഴ്സ് ആദ്യം മുതൽ തന്നെ ആണ് അവർ റിസർച്ചിൽ ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ചാനലുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദിച്ചിട്ടുള്ളത് ഇത് നേവിക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഒന്ന്, നേവി ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റും, പക്ഷേ ഈ നേവി ഒരു ഡിസിപ്ലിൻഡ് ചട്ടക്കൂട്ടിനുള്ളിൽ, നേവി തന്നെ അല്ല ഏത് ഡിഫൻസ് ഫോഴ്സ് ആണെങ്കിലും ഒരു ഡിസിപ്ലിൻഡ് ചട്ടക്കൂട്ടിനുള്ളിൽ ഉള്ള ഒരു കാര്യമാണുള്ളത്. ആ ഡിസിപ്ലിൻഡ് ചട്ടക്കൂട്ടിൽ ഉള്ള കാര്യം വരുമ്പോൾ അവർ ഓഫ് കോഴ്സ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ, അതായത് ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ഹൂ ഈസ് റെസ്പോൺസിബിൾ, ആ എൻക്വയറിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻ്റൽ പരമായിട്ടുള്ള കാര്യങ്ങളെ തരണം ചെയ്യുവാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കുവാനായിട്ട് അവിടെയുള്ള ആ ഓഫീസർ ഇൻചാർജ് തയ്യാറാവുന്നില്ല. അതാണ് അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വിഷയം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതായത് നേവിക്ക് കൊടുത്തിരിക്കുന്നത് 3 അല്ലെ 4 നോട്ട് വരെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം. നാളെ ഇപ്പം അവർ ഡൈവ് ചെയ്തതിന് ശേഷം ഇഫ് എനിത്തിങ് ഗോസ് റോങ് ദ ക്വസ്റ്റ്യൻ വിൽ കം ഹൂ ടോൾഡ് യു ടു ഡു ഇറ്റ് ഓൺ 8 നോട്ട്. 8 നോട്ടിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു? നിങ്ങൾക്കറിയില്ലേ 4 നോട്ട് വരെയാണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള കാര്യം എന്നുള്ളത്. ഇതിനകത്ത് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് ഡേയിൽ പറയുന്നുണ്ട്, അതായത് ഇവിടെ സംഭവിച്ചത് സ്റ്റാർട്ടിംഗ് ട്രബിളാണ്. സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള സ്റ്റാർട്ടിംഗ് ട്രബിൾസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-3 ദിവസമായിട്ടാണ്, 2 അല്ലെ 3 ദിവസമായിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ശരിക്കുമുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത്. ഏതൊരു ഇൻസിഡൻറ്റ്, ഇപ്പം സേനാപതി പറഞ്ഞതുമാതിരി, അതായത് ഞാനിതെല്ലായ്പ്പോഴും പറയുന്നതാണ്, ഏതു വലിയ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും, ഈവൻ ബാറ്റിൽ ഫീൽഡിൽ ആണെങ്കിൽ പോലും നമ്മൾ ലോക്കൽ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അത് ഇന്നു വരെ, അതായത് ഈ ഒരു കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം, അതായത് 5-6 ദിവസം മുമ്പ് ചോദിച്ചു, അവിടുത്തെ പഞ്ചായത്ത് എവിടെ, ലോക്കൽ പഞ്ചായത്ത്, വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടെ അപ്പുറത്ത് ഒലിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇത് പോയിട്ടുള്ള കുറേ കുടിലുകളുണ്ടായി, കുറേ ചെറിയ വീടുകളുണ്ടായിരുന്നു, അവിടുത്തെ ആൾക്കാരെവിടെ? പിന്നെ ഈ 2 ദിവസം മുമ്പാണ് അവിടെ അവരോടൊക്കെ പോയി ചോദിച്ചപ്പോൾ ഒരു തരി കിട്ടിയത്. ഏത് തരിയാണ്? വൈറ്റൽ ഇൻഫർമേഷൻ. എന്ത്? തടിക്കഷ്ണം അവർ പിടിച്ച് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണം പിടിച്ച് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത്. ഇത് 10 ദിവസം മുമ്പേ നമുക്ക് കിട്ടേണ്ടതാണ്. എന്ത്? അതായത് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ 2 സൈഡും സെർച്ച് ആൾക്കാരോട് ചോദിക്കുകയാണ്, 1 to 1 ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വൈറ്റൽ ഇൻഫർമേഷൻ കിട്ടി. ഇത് കിട്ടിയത് 10 ദിവസം കഴിഞ്ഞല്ലേ. അപ്പോൾ അവിടെ ആരുടെയാണ് കുഴപ്പം? ഒന്ന്, അത് ഞാൻ പെർട്ടിക്കുലർലി അല്ല പറയുന്നത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഒന്നാമത് ബെൽഗാമിൽ നിന്നുള്ള
മറാഠ ലൈൻ ഇൻഫൻട്രിക്ക് കിട്ടിയ ടാസ്ക് എന്തെന്ന് ചോദിച്ചാൽ റോഡ് ബ്ലോക്ക് നീക്കി ഡെബ്രി കവറായി നിൽക്കുന്ന ട്രക്ക് എങ്ങനെയെങ്കിലും റോഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അതനുസരിച്ചിട്ട് അവർ 2 പ്ലട്ടൂൺ ആൾക്കാരെ പറഞ്ഞു വിട്ട് സൈനികർ വന്ന് അതിൻ്റെ ഡെബ്രി റിമൂവ് ചെയ്ത് റോഡ് ക്ലിയർ ചെയ്തു. അതാണ് കരസേനയോട് പറഞ്ഞിട്ടുള്ള ടാസ്ക്. കരസേന ചെയ്തു. നേവിയോട് പറഞ്ഞിട്ടുള്ളത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാർ സാറിൻ്റെ ഹെൽപ്പ് എടുത്തു. ഹീസ് ഓഫ് കോഴ്സ് ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മെഷീനറിയിൽ പുള്ളി എക്സ്പേർട്ടാണ്. ഹീ ഗേവ് എ പോസിബിൾ ടാർഗറ്റ് ലൊക്കേഷൻ കൊടുത്തു. ഇത്രയും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, കാരണം അവിടെ നിന്നുള്ള നമുക്കിതൊക്കെ ഇപ്പോൾ നിങ്ങൾ വീണ്ടും പറയും, സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് വീരവാദം പറയാൻ ബ്രിഗേഡിയറിന് വളരെ എളുപ്പമാണ്, ഓൺ ഗ്രൗണ്ടിൽ പ്രശ്നമാണ്. ശരിയാണ്, ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഞങ്ങൾ ഇതിലും വലിയൊരു പ്രശ്നം, ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞു തരാം. കാസിരംഗയിൽ ആസാമിൽ ബ്രഹ്മപുത്ര നദിയാണെന്ന് ഓർക്കണം, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വരുമ്പോൾ ഉള്ള ഒരു സംഭവം. ഞങ്ങളുടെ ചെറിയൊരു കമ്പനി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, ഡോഗ്ര റെജിമെൻറ്റിൻ്റെ. ആ കമ്പനി ആ ഒരു ഇഷ്യൂവിൽ നമ്മുടെ ഒരു ചെറിയൊരു അന്നത്തെ ജോങ്ക എന്ന് പറയും, അതായത് ഇപ്പം അത് റീപ്ലേസ് ചെയ്ത് ജിപ്സി വന്നത്, അതിനുശേഷം ചെറിയ ലൈറ്റ് വെഹിക്കിൾസ് വന്നു. ഒരു ജോങ്ക ഒഴുകിപ്പോയി തടഞ്ഞ് എവിടെയാണെന്ന് അറിയില്ല. അപ്പം അത് ഒഴുക്കിലേക്ക് ഇറങ്ങി എടുക്കാൻ വളരെ പ്രയാസമായിരുന്നു. ഈ ബ്രഹ്മപുത്രയിലെ ഒഴുക്കാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ സഹായത്തോടെ, അതുപോലെ തന്നെ നല്ല ഞാൻ ഓഫീസേഴ്സ് മാത്രമല്ല ബ്രെയിനി അല്ലെങ്കിൽ കൺട്രോൾ കമാൻഡ് എന്ന് പറയുന്നത്, ഒരു ട്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂപ്സിനകത്തുള്ള എല്ലാവരും അവരുടെ ഐഡിയ തരാൻ പറ്റും. അവർ അന്നേരം തന്നെ പറഞ്ഞു, സാറേ നമുക്കൊരു കാര്യം ചെയ്യാം, 100, 150 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 1000 സാൻഡ് ബാഗ് നദിയുടെ സൈഡിൽ തന്നെ ഇറക്കുക. അതായത് നടുക്കൊന്നുമല്ല, ചെറിയ രീതിയിൽ ഒഴുക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം. അണ്ടർ കറണ്ട് വളരെ കൂടുതലാണ്, വളരെ ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യാം. അതൊരു വലിയ ഉപകാരമല്ലേ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫുൾ കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റില്ല. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ബേസിക് ആയിട്ടുള്ള റൂളാണ്. ഏത് ഡാം പോലും ഉണ്ടാക്കുന്നത് ഈ സാൻഡ് ബാഗ് വെച്ച്. സാൻഡ് ബാഗ് ഒരിക്കലും ഒഴുകിപ്പോവില്ല സാൻഡ് ബാഗ്. അപ്പം അതൊരു 1000 അല്ലെങ്കിൽ 2000 സാൻഡ് ബാഗ് വെച്ച് കുറച്ച് ദൂരം നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു 1 മീറ്ററെങ്കിലും നമുക്കത് ഹൈറ്റ് കൺട്രോൾ ചെയ്യാം അണ്ടർ കറണ്ട്. അത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ അത് തന്നെ വരുന്നു. രണ്ടാമത് ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ പറഞ്ഞു, ആ സാൻഡ് ഡ്യൂണ് ഒരു പക്ഷേ അത് പാറയായിരിക്കും, ഉറച്ചതായിരിക്കാം, അവിടെ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇത്രയും ഒഴുക്കുള്ള ഒരു സ്ഥലത്ത് പോലും ഇത്രയും ഒരു സാൻഡ് ഡ്യൂൺ അല്ലെങ്കിൽ ഒരു ഡെബ്രി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചു നിൽക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒഴുക്കിൽ പോയേനെ. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി അവിടെ ഉള്ളതാണ്. അതൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്നാണ് അത് ആ രീതിയിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്വല്പം വീഴ്ച വരുത്തി എന്നുള്ളത് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആരുടെ വീഴ്ച, എവിടെ ബ്രീഫിങ്, കോർഡിനേഷൻ ആര്, സൈന്യത്തിന് ഫുൾ അധികാരം കൊടുത്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ട് ഡോക്ടർ ബ്രിഗേഡിയർ മോഹനൻ പിള്ള, ഞാൻ തിരിച്ചു വരാം.